ആപ്കി അദാലത്തിൽ വീരേന്ദ്ര സേവാങ്ങിന്റെ മേലുള്ള കുറ്റാരോപണം എല്ലാവരോടും ഇദ്ദേഹം ഏടാകൂടമായി സംസാരിക്കുന്നു എന്നുള്ളതാണ്. ഒരു പ്രാവശ്യം ഒരു ടീമിന്റെ ക്യാപ്റ്റൻ ബോളർ എങ്ങനെയാണ് ബോളിംഗ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ താങ്കൾ ചോദിച്ചത് നീയാണോ ബോളർ ഞാനാണോ? സാർ നോക്കൂ, ഒരു ബോളറോട് ക്യാപ്റ്റൻ ഇങ്ങനെ പറയണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് അങ്ങനെ ബോൾ ചെയ്യ് ഇങ്ങനെ ബോൾ ചെയ്യ് എന്നൊക്കെ അങ്ങനെ പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് എങ്ങനെയാണ് യൂസ് ചെയ്യാൻ പറ്റുക? എന്റെ അഭിപ്രായത്തിൽ ക്യാപ്റ്റൻ അദ്ദേഹത്തിന് ഫ്രീഡം കൊടുക്കണം. നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യ്, എങ്ങനെ വേണമെങ്കിലും ചെയ്യുമെന്ന് പറയണം. ക്യാപ്റ്റന്റെ ജോലി ഫീൽഡിംഗ് നിർത്തുക എന്നാണ്, ബോളറുടെ ജോലി ബോൾ ചെയ്യുക. എന്നോട് എങ്ങനെ ചെയ്യണമെന്ന് ചോദിക്കാൻ പാടില്ല എന്ന് പറയും, എന്നിട്ട് ബോൾ ചെയ്യാൻ പറയും. നന്നായിട്ട് ചെയ്താൽ ഓക്കെ, ഇല്ലെങ്കിൽ അടുത്ത തവണ നന്നാക്കാൻ പറയും. ഒരു ക്യാപ്റ്റൻ ഇതിനേക്കാൾ നന്നായിട്ട് എങ്ങനെയാണ് ഒരു ബോളറിന്? പക്ഷേ മറ്റു ക്യാപ്റ്റന്മാർ വിക്കറ്റ് മൈക്ക് മുഖേന സംസാരിക്കുന്നത് കേൾക്കാൻ സാധിക്കും. മുമ്പോട്ടേറി, കുറച്ച് തള്ളിയേറി, ഷോർട്ട് ബോൾ ഏറി, അങ്ങനെ പല. കാരണം അത് ആ ക്യാപ്റ്റൻ പറഞ്ഞത് കേൾക്കുന്നത് കൊണ്ടല്ലേ സാർ. പക്ഷേ എന്റെ അഭിപ്രായത്തിൽ ക്യാപ്റ്റൻ ബോളറിന് തീർച്ചയായിട്ടും ഫ്രീഡം കൊടുക്കണം. ബോളർ ആഗ്രഹിക്കുന്ന രീതിയിൽ ബോൾ ചെയ്യാൻ പറ്റണം, അതിനനുസരിച്ചുള്ള ഫീൽഡിംഗ് സെറ്റ് ചെയ്യാൻ പറ്റണം. ആ ഒരു ഫ്രീഡമാണ് വേണ്ടത്. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു ബോളർ ഒരു പർട്ടിക്കുലർ ബോൾ ചെയ്യണമെന്ന് വിചാരിക്കുമ്പോൾ ആ ബോളർ അയാളുടെ 100% എഫേർട്ടും അതിൽ ഇടേണ്ടതുണ്ട്. പിന്നെ എന്തായാലും ആ ബോളിന് അദ്ദേഹം പ്രൊട്ടക്ഷനും എടുക്കേണ്ടതുണ്ട്. ഓഫ് സൈഡിലാണ് ചെയ്യുന്നതെങ്കിൽ ഫീൽഡർ ഓഫ് സൈഡിൽ വേണം, ലെഗ് സൈഡിലാണ് ചെയ്യുന്നതെങ്കിൽ ഫീൽഡർ ലെഗ് സൈഡിൽ വേണം. അങ്ങനെ ചെയ്യുന്നതിലൂടെ ബൗണ്ടറി പോകാനുള്ള ചാൻസുകൾ കുറയും. പക്ഷേ AB de Villiers പോലെയുള്ള ബാറ്റ്സ്മാൻമാർ വന്നാൽ നമ്മൾ എങ്ങനെ പ്ലാൻ ചെയ്താലും എങ്ങനെയൊക്കെ ബോൾ ചെയ്താലും അദ്ദേഹം എല്ലാ ഭാഗത്തേക്കും 4ഉം 6ഉം അടിക്കും. താങ്കൾ റിവേഴ്സ് ആയിട്ടാണല്ലോ പറയുന്നത്. ലാഹോറിൽ വെച്ച് അക്തറിന്റെ ബോൾ അടിക്കുന്ന സമയത്ത് ഓരോ ബോളും 4ഉം 6ഉം അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ താങ്കൾ അദ്ദേഹത്തോട് ചോദിച്ചെന്ന് പറഞ്ഞു, നീ എന്താ ബോൾ ചെയ്യാണോ അതോ പിച്ച് അടിക്കുകയാണോ? അദ്ദേഹം എന്നോട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയാറുണ്ടായിരുന്നു, നീ ഒരു കാര്യം ചെയ്യ്, നീ നിന്റെ ഷോട്ടൊക്കെ പോയിന്റിലും തേർഡ് മാനിലും ഒക്കെയാണ് അടിക്കുന്നത്, പകരം സ്ട്രൈറ്റ് ആയിട്ട് ഫോർ അടിക്കുക എന്ന് എന്നോട് അദ്ദേഹം പറഞ്ഞു. അപ്പോഴാണ് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചത്, നിങ്ങൾ ബോളിംഗ് ചെയ്യണോ അതോ പിച്ച് എടുക്കണോ? പിന്നെ ഞാൻ സ്ട്രൈറ്റ് ആയിട്ട് തന്നെ 6 അടിച്ചു അദ്ദേഹം പറഞ്ഞ പോലെ. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് സന്തോഷമായോ ഇനി ബോൾ ചെയ്യുന്നത്? സോ സാർ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള തമാശകളൊക്കെ ഗ്രൗണ്ടിൽ നടക്കണം, ഇല്ലാതെ നമുക്ക് എത്ര നേരം സീരിയസ് ആയിട്ട് ബാറ്റ് ചെയ്യാൻ പറ്റും? പിന്നെ ബാറ്റ്സ്മാൻ ബാറ്റ് ചെയ്യുമ്പോൾ ബോളർ ചിന്തിക്കും, നമ്മൾ എന്ത് പറഞ്ഞാലും അയാൾ തിരിച്ചൊന്നും പറയില്ല, നമ്മളാണ് ഇവിടുത്തെ കിങ് എന്നൊക്കെ. പക്ഷേ അങ്ങനെയല്ല കാര്യങ്ങൾ. ആരും ഗ്രാൻഡഡ് ആയിട്ട് എടുക്കാൻ പാടില്ല. നിങ്ങൾക്ക് എന്ത് വേണേലും സംസാരിക്കാൻ, ബാക്കിയുള്ളവരൊന്നും പറയാൻ പാടില്ല. സോ അങ്ങനെയുള്ളവർ ഓഫ് ചെയ്യാൻ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പ്രതികരിക്കേണ്ടി വരും. പാകിസ്ഥാൻ പ്ലേയേഴ്സിനോട് മാത്രമേ ഉള്ളൂ അതോ മറ്റുള്ള രാജ്യക്കാരോടോ ഇങ്ങനെ? അതെ സാർ, എല്ലാ രാജ്യക്കാരോടും സംസാരിക്കും. ഞാൻ ഒരു കാര്യം പറയാം. ഞങ്ങളൊരു തവണ ഓസ്ട്രേലിയയിൽ സച്ചിനും ഞാനും കൂടി ബാറ്റ് ചെയ്യായിരുന്നു. അന്ന് മൈക്കൽ ക്ലാർക്ക് ഒരു പുതിയ പ്ലെയർ ആയിരുന്നു. അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് സച്ചിന്റെ അടുത്ത് പോയിട്ട് എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരുന്നു. യു ആർ ടു ഓൾഡ്, യു കാണ്ട് ഫീൽഡ്, യു കാണ്ട് ഡു ദിസ്, യു കാണ്ട് ഡു ദാറ്റ് എന്നൊക്കെ. അദ്ദേഹം ഒരുപാട് നേരം അങ്ങനെ സംസാരിച്ചു. പിന്നെ ഞാൻ അദ്ദേഹത്തോട് പോയി ചോദിച്ചു, നിങ്ങളുടെ വയസ്സ് എത്രയാണ് എന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു 23 എന്ന്. അപ്പം ഞാൻ പറഞ്ഞു, അതിനേക്കാളും സെഞ്ചുറികൾ അദ്ദേഹം അടിച്ചിട്ടുണ്ട് എന്ന്. ഞാൻ ചോദിച്ചു, നിങ്ങൾ എത്ര മാച്ചുകൾ ഇതുവരെ കളിച്ചിട്ടുണ്ട് എന്ന്. അദ്ദേഹം പറഞ്ഞു, ഞാൻ 10-12 മാച്ചുകളെ കളിച്ചിട്ടുള്ളൂ എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, അദ്ദേഹത്തിന് അതിനേക്കാളും വിക്കറ്റുകളും ഉണ്ട് എന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തിനാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അദ്ദേഹത്തെ ക്രിട്ടിസൈസ് ചെയ്യുന്നത് എന്ന്. അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു, യു ഗോ ആൻഡ് ഡു യുവർ വർക്ക് എന്ന്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ നിങ്ങളെ എന്ത് പേരിലാണ് വിളിക്കുക എന്ന്. പഗ് എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ചോദിച്ചു, നിങ്ങൾ ഏത് ബ്രീഡാണ്? ഞാൻ ആ ബ്രീഡിലുള്ളൊരു നായ വീട്ടിലേക്ക് വാങ്ങിക്കൊണ്ട് പോകാമെന്ന്. സോ അന്ന് അയാൾ വായടച്ച് പിന്നെ സംസാരിച്ചിട്ടേ ഇല്ല. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ളവരുടെ വായടയ്ക്കാൻ നമ്മളും പ്രതികരിച്ചേ മതിയാവും. അതുകൊണ്ടാണ് സാർ ഞങ്ങളും ഇങ്ങനെ ഇടയ്ക്കിടെ തമാശകളൊക്കെ പറയുന്നത്. പക്ഷേ താങ്കളെയും ക്രിട്ടിസൈസ് ചെയ്യുന്ന പോലെ ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ ആരെങ്കിലും? അതെ, എൻ്റെ കുട്ടികൾ. IPL ടൈമിൽ മാച്ച് കാണുമ്പോൾ അല്ലെങ്കിൽ TV-യിൽ മാച്ച് കാണുമ്പോഴൊക്കെ ഞാൻ ഔട്ടാകുമ്പോൾ അവർ ചോദിക്കും, പപ്പ നിങ്ങൾ റൺ എടുക്കുന്നില്ലല്ലോ, പക്ഷേ എല്ലാവരും നിങ്ങൾ വലിയ പ്ലെയർ ആയിട്ടാണല്ലോ പറയുന്നത് എന്ന്. എന്നിട്ടെന്താ റൺ എടുക്കാത്തതെന്ന് ചോദിക്കും. പിന്നെ അവരുടെ ഫ്രണ്ട്സൊക്കെ അവരെ കളിയാക്കാറുണ്ടത്രേ. അവർ സ്കൂളിലേക്ക് പോയാൽ നിന്റെ അച്ഛനൊന്നും ഒരു കളിക്കാരനെ അല്ല എന്ന് പറയത്രേ. പിന്നെ ഞാൻ പറഞ്ഞു, ഇനിയും ഒരു 3-4 മാച്ചുകൾ ബാക്കിയുണ്ട്, നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യ്, ആ മാച്ചുകൾ ഞാൻ റൺസ് അടിച്ച് കാണിച്ചു തരാമെന്ന്. പിന്നെ ഞാൻ ചെന്നൈക്കെതിരെ 58 ബോൾസിൽ 120 റൺസ് അടിച്ചു. അതിനുശേഷം ഞാൻ എൻ്റെ കുട്ടികളോട് പറഞ്ഞു, നിങ്ങളുടെ അച്ഛനെ കൊണ്ടും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെന്ന്. സർ, ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, താങ്കളുടെ ഫാമിലിയിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് ഇനിയൊരു വീരേന്ദ്ര സേവാങ് എത്തുമോ? നോക്കൂ, ഇത് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം എൻ്റെ 2 മക്കളും സ്പോർട്സിൽ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവരാണ്.
അവർ ക്രിക്കറ്റ് കളിക്കും, ഫുട്ബോൾ കളിക്കും, സ്വിമ്മിങ്ങിലും ഇൻട്രസ്റ്റഡ് ആണ്. നാളെ അവർക്ക് ഏത് കരിയറാണ് സ്വീകരിക്കേണ്ടത് എന്നത് അവരുടെ താല്പര്യമാണ്. എന്റെ കടമ എന്നത് ആസ് എ പാരന്റ് അവരെ സപ്പോർട്ട് ചെയ്യുക എന്നത് മാത്രമാണ്. അവർക്ക് ചെയ്യാൻ താല്പര്യമുള്ള കാര്യങ്ങളിൽ അവരെ സഹായിക്കണം. ഞാൻ ഒരിക്കലും അവരെ ഫോഴ്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ സ്പോർട്സ് കളിക്കണം, നിങ്ങൾ ക്രിക്കറ്റ് കളിക്കണം, അല്ലെങ്കിൽ ഞാൻ പറയുന്ന പോലെ ചെയ്യണമെന്നൊന്നും. സോ അവർക്ക് താല്പര്യമുള്ള പോലെ അവർ ചെയ്യട്ടെ. സോ അവർ ക്രിക്കറ്റ് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവരെ ക്രിക്കറ്ററായിട്ട് കാണാൻ പറ്റും. താങ്ക് യു സർ.